എന്താണ് പരിപാടി? നീ എന്ത് ജോലിക്ക് പോയിട്ട് പണി ഉണ്ടായില്ലോ. എന്ത് പറ്റി? അയ്യോ, ആ മുത്തുമണിയില്ലേ, അതിന്റെ എന്താ പെരിയപ്പ ആണ്ടിച്ചാമി പോയേ? ആണ്ടിച്ചാമി അവരുടെ പേര്. ആ അയ്യോ, അപ്പൊ റീത്ത് വെക്കണമല്ലോ. അവര് തമിഴ്നാട്ടുകാരല്ലേ? വേറെ രസം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് കഴുകണം. അതിനകത്തിരിക്കുന്നവർക്ക് എണ്ണമായി. എന്തേ ഒരു കാര്യമുണ്ട്, സന്തോഷം. പറയൂ. എന്ത് സന്തോഷം? അവിടെ ഇരിക്കാൻ നേരെ പറയൂ. എന്തോടി നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ 500 രൂപ ഷർട്ട് എടുത്തിട്ടുണ്ട് 50 രൂപയുടെ പണിക്ക് പോകില്ലെന്ന്. നിനക്ക് 2 ഷർട്ട് ഞാൻ പഴയത് തന്നല്ലേ? ഇത് വല്ലപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടിരുന്ന ഷർട്ടാ. അതിനെടുത്തിട്ടാണോ ഊരി വെച്ചാൽ അങ്ങോട്ട് കീറിപ്പോയി. ഏത് മറ്റേ ഷർട്ട്? ആ, ഇത് മതി, അഴിച്ചു വെച്ചാൽ അങ്ങോട്ട്. നല്ല സുഖമുണ്ട്. പിന്നെ അത്ര അങ്ങോട്ട് സൂക്ഷിക്കേണ്ട നീ. ക്ലീറ്റോ, ഞാൻ പറയട്ടെ ക്ലീറ്റോ, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചോളാം. ഷർട്ടുകാരൻ ക്ലീറ്റോ, ഞാൻ പറയണ കേക്ക്. അതെ, പഞ്ചായത്തിൽ നിന്ന് 60 വയസ്സ് കഴിഞ്ഞ വിധവകളായ സ്ത്രീകൾക്ക് 10 കോഴീനെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നിനക്ക് 60 കഴിഞ്ഞില്ല, നീ വിധവയല്ല. അതിത്ര എന്തോ സന്തോഷം? ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും. ക്ലീറ്റ് എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അമ്മക്ക് എത്ര വയസ്സായി? അമ്മ മരിച്ചില്ലല്ലോ. അയ്യോ, ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? അച്ഛൻ മരിച്ചു. അപ്പൊ അമ്മ വിധവയല്ലേ? അതാണ്. അപ്പൊ അമ്മയ്ക്ക് കോഴിനെ കിട്ടൂലേ? അപ്പൊ അമ്മയുടെ കോഴി ആർക്ക് അവകാശപ്പെട്ടതാ? ക്ലീറ്റോ, അമ്മയ്ക്ക് കോഴിനെ കിട്ടും, അതിനെ ഞാൻ വളർത്തും. ഞാൻ എവിടെ വളർത്തുന്നു? നമ്മുടെ വീട്ടിൽ വെച്ച്. ഇവിടെ അല്ല, മുറ്റത്ത്. ആ പരിപാടി വേണ്ട, നമുക്ക് കോഴി വേണ്ട. എനിക്ക് അപ്പഴേ അറിയായിരുന്നു ക്ലീറ്റ മുടക്കുന്നു. പിന്നെ ഞാനൊരു താളത്തിനങ്ങ് ചോദിച്ചു. ഒന്നാമത് ഇവിടെ ആ പടം 2 മുറി ഒരു അടുക്കളയാണുള്ളത്. കൊച്ചിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാനുള്ള സ്ഥലമില്ല. അതിനിടയ്ക്ക് നീ കോഴി കൂടെ ഇവിടെ ശരിയാവില്ല. പിന്നെ ക്ലീറ്റ അങ്ങ് തീരുമാനിച്ചാൽ മതി. അത് ഇവിടെ ആകെ തൂറി നാറ്റിക്കും. അത് വേണ്ട, കോഴി വേണ്ട. അതങ്ങോട്ട് കോരി കളഞ്ഞാൽ മതി. തൂറി നാറ്റിക്കും. ഞാൻ ഉള്ള കാര്യം സീരിയസ് ആയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ കോഴിനെ മേടിക്കും. അമ്മയുടെ ക്ലീറ്റോ എന്താ ഈ പറയണത്? ഈ ഇച്ചിരിക്കോളം തയ്യലും ഈ തൊഴിലുറപ്പിന്റെ പണിയും കൂടെ, തൊഴിലുറപ്പിന്റെ പണി ഉണ്ടായിന്ന് പറയാം. ക്ലീറ്റോ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ക്ലീറ്റോ സംസാരിക്കണേ. ക്ലീറ്റോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കോഴിക്ക് എത്ര മുട്ട കിട്ടും? 10 കോഴിക്ക് 20 മുട്ടയൊന്നും കിട്ടൂല, 10 കിട്ടുള്ളൂ. നീ ഒന്ന് അടങ്ങും. ഞാൻ ഒരു കാര്യം, ദിവസം 10 മുട്ട വെച്ച് കിട്ടും. നീ ആ കോഴി എല്ലാം കൂടെ അമ്മയ്ക്ക് കൊടുത്ത് അവിടെ ജമന്തി അവിടെ ആയിക്കോട്ടെ. ജമന്തിയുടെ കാര്യം ഉണ്ടരുത്, അവളോട് പറഞ്ഞിട്ടുമില്ല ഞാൻ. നീ ഇതൊന്നും പറയണ്ട. അമ്മ കോഴിയെ കൊണ്ടുവന്ന് അവിടെ വളർത്തും. നമുക്ക് വേണ്ട, അവിടെ നിന്ന് എടുക്കാം. കോഴിനെ കൊണ്ടുവന്ന് ഞാൻ വളർത്തും. ക്ലീറ്റോ, മുട്ട, ഇറച്ചി സർവത്ര ലാഭ. നോക്കിക്കേ, ഇപ്പം എല്ലാ ഓർക്കിഡ് കൃഷിയോ അങ്ങനെയൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറാൻ പറ്റില്ല. വെള്ളം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നീ ഇപ്പൊ മുട്ട എടുക്കും, ഇറച്ചി എടുക്കും, കോഴിയെ വളർത്തിയിട്ട്. ആ മുട്ട തീരുമ്പോ ഇറച്ചി വിൽക്കും. ഈ 10 കോഴിയെ പിന്നെ 20 കോഴി ആവണത്. 20 കോഴി മുട്ടയിട്ട് പെരുകി 30 ആകും. ഒരു കോഴി ഫാം ഉണ്ടാവില്ല എന്ന് ആരറിഞ്ഞു? ഭയങ്കര സംഭവമാണ്. ഏട്ടാ, എന്തിനാട്ടാ ഞാനും വരും. എന്റെ ദൈവമേ, അങ്ങനെയാണ് നിനക്ക് കൂട്ടാൻ പറ്റൂ? എന്നൊരു ഉഗ്ര ജോലി ഉണ്ട്. നമ്മുടെ തങ്കത്തിനോട് പറഞ്ഞിട്ട് തങ്ക റെക്കമെൻഡ് ചെയ്യും. തൊഴിലുറപ്പുകാരില്ലേ അവരെ കൂടെ ചേരുക. എൻ്റെ ആ പഴയ ഷർട്ട് ഇട്ടിട്ട് അതിന്റെ കൂടെ പൊക്കോ. എന്നിട്ട് ഈ റോഡ് വൃത്തിയാക്കുക, മറ്റുള്ള ആളുകളുടെ തൊടി വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ. എന്തെന്നാ ചുമ്മാ എന്നെ കളിയാക്കല്ലേ? ആ, വെയിലുള്ളാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ, പിന്നെ എങ്ങനെയാണ്? എന്നെ ഇങ്ങനെ കളിയാക്കാതെ എന്തെങ്കിലും ഒരു ജോലി എന്തിനാട്ടോ? ഇവൾക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, അവൾക്ക് എന്തെങ്കിലും ജോലി വേണം. ഇപ്പൊ എന്നാ ജോലി? കുടുംബത്തിൽ ജോലി ഉണ്ടല്ലോ ആവശ്യത്തിന്. അതല്ല, എനിക്ക് ബോറടിക്കുക. ആണോ? എന്ത് ജോലി വായിച്ചു കൊടുക്കും ഇവളെ വിദ്യാഭ്യാസത്തിന്? അപ്പൊ PSC ഒക്കെ എഴുതി ജോലി മേടിച്ചോ? PSC എഴുതണല്ലാതെ ഒന്നും കിട്ടണില്ല. ആണോ? ഇപ്പൊ എന്ത് ജോലി വേണമെന്ന് പറയണ? എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന്. ആണോ? കോഴീനെ ഇഷ്ടമാണോ? കോഴീനെ കോഴിനൊക്കെ ഇഷ്ടാ. അന്നൊരു ജോലിയുണ്ട്, കോഴി കച്ചവടം തുടങ്ങാനാ. കോഴിക്കച്ചവടം നമ്മുടെ കൃഷിഭവൻ മുഖേന പഞ്ചായത്തിൽ നിന്ന് 10 നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടൂ? കോഴിയും കിട്ടും, തീറ്റയും കിട്ടും. അതിനെ വളർത്തി വലുതാക്കി പെറ്റ് പെരുകിയ കോഴി ഫാം തുടങ്ങിക്കൂടെ? അവിടെ പോയി ചോദിച്ചാൽ തരുമോ? അവിടെ പോയി അങ്ങനെ വെറുതെ ചോദിച്ചാൽ തരൂല. ഇതിന് മാനദണ്ഡമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ വിധവകൾക്കാണ് ഇത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ കിട്ടും? അമ്മക്ക് 60 വയസ്സായിട്ടില്ലേ? അമ്മക്ക് 65 വെറുതെ ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ വീട്ടിൽ കിട്ടിയിരുന്നു ഉമ്മയുടെ പേരില് 10 കോഴിക്കുഞ്ഞുങ്ങളും തീറ്റയും. ഉഗ്ര നാടൻ കോഴിയാണ്. അത് മതി.
ആ ഒന്നും ശരിയാവില്ല. മതി എനിക്ക് കോഴിക്കുഞ്ഞിനെ വേണം. നിനക്കത് പറ്റില്ലാന്ന്. എനിക്കത് പറ്റും. നിനക്ക് പറ്റാത്ത പണിയാണ്. ഇല്ല ഞാൻ ഇതിന് പൈസ ചെലവൊന്നുമില്ല. നീ എന്തിനെതിര് പറയണ? വെറുതെ ഒരു അപേക്ഷ കൊടുത്താൽ ഫ്രീ ആയിട്ട് കിട്ടണെന്ന്. ഫ്രീ ആയിട്ട് കിട്ടും. എടാ അതിനിവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അത് വൃത്തിയായിട്ട് അതിനെ നോക്കാനൊക്കെ അറിയണ്ടേ? നോക്കാനൊക്കെ എനിക്കറിയാം. ഞാനൊരു കോഴിക്കൂട്ടിലിട്ട് വളർത്തിക്കോളാം. കോഴീനെ ഇങ്ങനെ നോക്കിയിരിക്കാതും വേണ്ട. അത് പറമ്പിലൊക്കെ ചികിത്സ കഴിഞ്ഞ് എന്തെങ്കിലും ഒക്കെ തിന്നോളൂ. പിന്നെ അത് ഇവിടെ ആകെ തൂറി വെച്ച് ആകെ കോഴിയോട് പറയാ ഇവിടെ കയറരുത്, ഏട്ടന് ഇഷ്ടമല്ല. അത് മറ്റേ മൂക്ക് ചകിരി ഉണ്ടെങ്കിൽ എടുത്ത് കോഴിയുടെ ഇതിൽ വെച്ചാൽ മതി. ഏട്ടാ അതേ നമ്മുടെ മെമ്പർ ഇല്ലേ ടിജു യോഗന്നാൻ, അവന് ഇതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചു തരാൻ എടുക്കാനാണ്. നീ അമ്മനെ കൊണ്ട് ഒരു അപേക്ഷ എഴുതിച്ച് എന്റെ തന്നോ ഞാൻ അവന്റെ കൊടുത്തോളാം. അമ്മാവനെ ഒന്ന് വിളിച്ചു പറ, അമ്മയെ കൊണ്ട് കുടിപ്പിക്കാൻ പറ. വേണോ? അത് വേണം. കേറ് നീ. വെറുതെ കിട്ടണതാണ്. ഇനി അതിന് കിടന്ന് ആലോചിക്കും. എന്നിട്ട് വേണം. ശരിയെന്നാ കോഴി മുതലാളിയേ. അതെ ഒരു സംഭവം ഉണ്ട്. എന്താടാ? ഇങ്ങോട്ട് നോക്ക്, സന്തോഷമുള്ള കാര്യ. ഞാൻ പുതിയൊരു ജോലി ആരംഭിക്കാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്നായി. അതും കുളമായിട്ട് ഓടുന്ന്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്ത് ജോലി? ഇതെനിക്ക് പറ്റിയ ജോലിയാ. എന്താ പറ. പറയട്ടെ. കോഴി വളർത്തൽ. കോഴി വളർത്തലോ? ഞാൻ കുറെ ദിവസമായി ഏട്ടനോട് പറയണ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ. അങ്ങനെ അവസാനം ഏട്ടൻ എനിക്ക് കണ്ടുപിടിച്ചെന്ന ജോലിയാ കോഴി വളർത്തൽ. ഓ, എവിടുന്ന് മേടിക്കും കോഴീനെ? അതെന്താന്നറിയാമോ? ഫ്രീ ആയിട്ട് കോഴിയെ കിട്ടും അമ്മയ്ക്ക് കൃഷിഭവനിൽ നിന്ന്. നിന്നോട് ആര് പറഞ്ഞു? ഞങ്ങൾ ഈ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഫാസിൽ വന്നു. അപ്പൊ ഫാസിലാ പറഞ്ഞ ഇങ്ങനെ കോഴിയെ ഫ്രീ ആയിട്ട് കിട്ടും, അമ്മ അപേക്ഷ കൊടുത്താൽ മതിന്ന്. ഞാൻ അപ്പൊ തന്നെ അമ്മാന്റെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അതിനെന്താ തുടങ്ങിക്കോ, നല്ല കാര്യമല്ലേ. നല്ല കാര്യം. ശരിയാ, നല്ല കാര്യം. അപ്പൊ മോളൊരു കാര്യം ചെയ്യണം, ഫാസിലിനെ ഇപ്പൊ തന്നെ വിളിക്കണം. എന്നിട്ട് ഫാസിലിന്റെ വീട്ടിൽ കിട്ടുന്ന കോഴീനെ എനിക്ക് തരാൻ പറയണം. എന്തിനാ? പിന്നെ ഫാസിലല്ലേ നിന്നോട് വന്ന് പറഞ്ഞത്? അപ്പൊ ഫാസിലിന്റെ കോഴിനൊക്കെ തരും. അമ്മയുടെ കോഴിനെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലേ? അത് ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു. എപ്പോ ചോദിച്ചു? രാവിലെ. രാവിലെ ഒന്നുമല്ല, ഞാൻ വിളിക്കുമ്പോ അമ്മ ആദ്യമായിട്ട് അറിയുള്ളൂ. നിന്നോട് പറഞ്ഞു അയ്യോ മോളെ ഞാൻ ആദ്യമായിട്ട് അറിയാന്ന്. ആണോ ജയമന്തി? അത് കുഴപ്പമില്ല, നല്ലതല്ലേ. പച്ചക്കള്ളം. ഞാൻ ഇന്ന് രാവിലെ അമ്മേനെ വിളിച്ചിട്ട് അമ്മേ നമുക്ക് ഇങ്ങനെ കോഴീനെ കിട്ടും, അപ്പൊ ആ കോഴിനെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ വളർത്തിക്കോ മോനെ, എത്ര കോഴിനെ കിട്ടും? 10 കോഴിനെ കിട്ടും അമ്മയെന്ന് പറഞ്ഞപ്പോ 10നെ നീ വളർത്തിക്കോ, അവളോടൊന്നും പറയണ്ട, നീ ചെയ്തോളാൻ പറഞ്ഞു. ദൈവമേ, കള്ളം കള്ളം കള്ളം, മുഖം കണ്ടറിയാം. കള്ളം. നിനക്കിപ്പോ എന്തിനാ കോഴീനെ? നീ വേറെ വല്ല വളർത്ത്. ഇല്ല, എനിക്ക് കോഴിയെ വളർത്തണം. ഒന്നും പറ്റില്ല. ഞാൻ ഇത് കുറെ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. കുറെ ദിവസമായിട്ട്. അതിന് ഇന്ന് രാവിലെ അമ്മ അറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ അറിഞ്ഞു. പക്ഷേ മോളെ, ഇത് ഞങ്ങൾ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ചർച്ച ചെയ്ത് തൊഴിലുറപ്പ് മറ്റേ കള്ളം പറയുമ്പോഴേ ഒന്നും കിട്ടൂല. കള്ളം പറയണമെന്നല്ല, ഞാൻ കോഴിനെ തരാൻ തീരുമാനിച്ചിട്ടില്ല. അന്ന് ഞാനും കോഴിയെ തരാൻ തീരുമാനിച്ചിട്ടില്ല. നീ ഫാസിലിന്റെ വീട്ടിൽ നിന്ന് കോഴി മേടിക്കാൻ? ഫാസിലിന്റെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കിട്ടുന്ന കോഴിയുണ്ടല്ലോ, ഞാൻ വളർത്തും. എന്നിട്ട് ആ കോഴി ഇവിടെ കൂടിയൊക്കെ ഓടി നടക്കും. നിന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ. ഇത് ഞാൻ ഡയറക്റ്റ് ബന്ധം അമ്മയായിട്ട്. അമ്മയുടെ കോഴി അമ്മയുടെ മോക്കുള്ളതാ. പിന്നെ കോഴി ബന്ധം നോക്കിയിട്ടല്ലേ വീട്ടിൽ വന്ന് താമസിക്കാൻ പോണേ. അതെ അതെ. ഒന്ന് പോന്നാത്തിന് വെറുതെ എന്നോട് വഴങ്ങൂടല്ലേ. മോളെ, നീ ഇത് ആഗ്രഹിച്ചിട്ട് വെറുതെ ഓരോന്നും മെനഞ്ഞ് കൊട്ടാരം കെട്ടിയിട്ട് ഇത് നടക്കാൻ പോണില്ല. ഇത് ഞാനേ ചെയ്യുള്ളൂ. എന്നാ അത് നമുക്ക് കാണാലോ. കാണാം. എന്റെ കോഴിക്കുഞ്ഞ് ഇവിടെ വരുമ്പോഴേ കൊതിച്ചോ. നിന്റെ കോഴിക്കുഞ്ഞ് വരും വേറെ വല്ല സ്ഥലത്തുനിന്ന്. അമ്മയുടെ കോഴിക്കുഞ്ഞ് നിന്റെ അടുത്ത് വരില്ല, അത് ഇവിടെ വളർത്തുന്നേ. അതെനിക്കൊന്ന് അറിയണമല്ലോ. അറിയണം. എന്റെ കോഴിക്കുഞ്ഞിനെ ഞാൻ തരില്ല. നിന്റെ കോഴിക്കുഞ്ഞല്ല, അത് എന്റെ കോഴിക്കുഞ്ഞ്. അയ്യടി, പുതിയ ഐഡിയ ആയിട്ട് വന്നേക്കോ. അമ്മ എന്നോട് പറഞ്ഞു അതെ എന്റെ അല്ല എന്റെ. എന്ന് രാവിലെ അമ്മ സമ്മതിച്ചാണല്ലോ. അമ്മ എന്നോട് സമ്മതിച്ചത്. നമുക്ക് നോക്കാലോ. കാണാം. പോട്. സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വന്നപ്പോ അയ്യോടാ, ആ കോഴിക്കോട് പണിയുമ്പോ എന്നെ കൂടി ഒന്ന് വിളിക്കണേട്ടോ. അതിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തും ഞാൻ. പോയായിരുന്നു വലിയ അഭിപ്രായം പറയാൻ വന്നേക്കും. മിനി ലോറി 7. ഏത് മിനിയാ? അതല്ല, ചെറിയ സൈസ് ലോറി. ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചിട്ട് സ്വയം തീരുമാനിക്കാൻ ഞാൻ എന്ത് കാര്യത്തിലാ? ഞാൻ എന്താ അറക്കിപ്പൊടി കൊടുത്ത് മേടിച്ചത് ഇവിടെ? ജീപ്പ് 5 ജീപ്പ്. നമുക്ക് ഇങ്ങനെ എന്നോട് പറയാനുള്ള ധൈര്യം ഉണ്ടായി. 5 ജീപ്പ്. ഒരു കാര്യം സംസാരിച്ചു. എന്താണ് ഇതിന്റെ കുഴപ്പം? ക്ലീറ്റ് ഇത് പറ. ക്ലീറ്റോ വല്ലതും അറിയണ്ടോ? ക്ലീറ്റോ എന്താണ്?
എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. നിങ്ങൾ കാര്യം ചെയ്യാൻ എടുക്കട്ടെ, ഇതാ പ്രധാനം. ഏത്? ഞാൻ നിങ്ങളോട് കോഴിയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാനത് തീരുമാനിച്ചതാണോ? പറ ക്ലീറ്റോ, ഞാൻ തീരുമാനിച്ചതാണോ? കോഴി നിന്നെ കൊത്താൻ വന്നോ? എന്തോന്ന് തങ്ക രാവിലെ. ക്ലീറ്റോ, എന്തടി അവള് കോഴീനെ വളർത്താൻ പോണെന്ന്. ആരാ ഇവിടെ വളർത്തണത്? എന്നോട് മത്സരിക്കാൻ ആരാ ഉള്ളത്? അവള് ആ വളർത്തിക്കോട്ടെ. വളർത്തിക്കോട്ടെന്നോ? അമ്മയുടെ കോഴീനെയോ? അമ്മയുടെ കോഴി എനിക്ക് അവകാശപ്പെട്ടല്ലേ, പിന്നെ ഇതിന് ഞാൻ മോളാന്ന് പറഞ്ഞു നടക്കണേ? അതിന് അമ്മ നിന്നെ മോളായിട്ട് കണ്ടിട്ടുണ്ടോ ഇതുവരെ? അമ്മ മോളായിട്ട് കണ്ടിട്ടുണ്ടോ അല്ലോ എന്നുള്ളതൊന്നുമല്ല. ഞാൻ ആ കോഴിനെ വളർത്താൻ തീരുമാനിച്ചതാണ്. അത് അമ്മേനെ വിളിച്ചു പറയാനിരുന്ന തക്കം നോക്കി അവള് വിളിച്ചു. ഇതെങ്ങനെ ഉറങ്ങണം എന്നുള്ളത് ഈ കള്ളി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്റെ കോഴീനെ ഞാൻ കൊടുക്കില്ല. അല്ലെങ്കിൽ നിനക്ക് ഈ കോഴിയെ വളർത്തുന്ന പരിപാടി ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് വളർത്തിക്കോട്ടടി, അതല്ല നല്ലതെന്നാ. പെങ്ങള് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ അങ്ങോട്ട് വീണു. സ്വന്തം ഭാര്യ തരം താഴ്ത്തണം. നിനക്ക് ഞാൻ ആട് വാങ്ങിച്ചു തരാം. വേണ്ട, എനിക്ക് ആടിനെ. അതിന് ആടിനെ കൊടുക്കണല്ലോ, കോഴിനല്ലേ കൊടുക്കണല്ലോ. പൈസ കൊടുത്താ കിട്ടലോ. ആ അങ്ങനെ. എനിക്ക് അങ്ങനെ വേണ്ട ആട്, എനിക്ക് കോഴീനെ മതി. ഇപ്പൊ രണ്ടു കൂട്ടരും കോഴിയെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും അല്ല. ഏട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കോഴീനെ എങ്ങാനും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്ത് കഷ്ടമാണ്. ഇങ്ങനെ വാശി പിടിച്ചാ ഒന്നും നടക്കില്ല. ഇത് വാശിയാണോ? നമ്മളല്ലേ തീരുമാനിച്ചത് കോഴീനെ വളർത്താന്ന്. പിന്നെ അവർക്ക് എന്തിനാ? അല്ലെങ്കിൽ തന്നെ ഒരു പണി ഇല്ലെങ്കിലും ഓക്കെ. ഇതിപ്പോ തൊഴിലുറപ്പിന് പോണം, തയ്യലിന് പോണം, വീട്ടിലെ പണി ചെയ്യണം, എന്നിട്ട് ഇപ്പൊ കോഴീനെ വളർത്തണം. ആ എന്ത് പരിപാടിയാ? അത് ശരി തന്നെയാണ്. ആ അതാ ഞാൻ പറഞ്ഞേ. അവള് പാളി നോക്കാൻ കള്ളി. എന്താ നീ എന്താ പാളി നോക്കണ അവിടെ നിന്ന്? എന്ത് പാളി നോക്കണം? ഞാനിവിടെ വാതിലിൽ ഇങ്ങനെ വന്നല്ലേ. എടി കള്ളത്തി, എന്തിനാടി നിനക്ക് കോഴി? ഇപ്പം എന്തേ? ആ കോഴി അവൾ എടുത്തോട്ടെ. എനിക്ക് കോഴിനെ വേണം. നീ എന്തിനെങ്ങനെ വാശി പിടിക്കാൻ നിക്കണത്? വാശിയല്ല, എനിക്ക് കോഴിനെ വേണം. ഇന്ന് രാവിലെ അവള് പറഞ്ഞതാണെന്ന്, അവള് മോഹിച്ചതാണ്, ഞാനപ്പോ ചെയ്തു കൊടുക്കാന്നും പറഞ്ഞു. മോഹിക്കാൻ മാലയൊന്നുമല്ലല്ലോ, കോഴിയല്ലേ. ആ കോഴിനെ എനിക്ക് വേണം. അങ്ങനെ നീ പറഞ്ഞെങ്കിൽ നീ വേറെ എവിടെന്നെങ്കിലും ഒരു കോഴിനെ മേടിച്ച് അവൾക്ക് കൊടുക്ക്. അവളുടെ ആശ തീരട്ടെ. എന്റെ അമ്മയുടെ കോഴി എന്തിനാ നിങ്ങക്ക്? അതെങ്ങനെ ശരിയാവും? എന്താ ശരിയാവാത്തെ? ആ കോഴി എന്റെയാണ്, ഞാൻ തരില്ല. നിന്റെ അത് പറയാൻ അതിനകത്ത് നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവണേ. ആ ചിലപ്പോ എഴുതി വെച്ചിട്ടുണ്ടാവും. എടി നിനക്ക് തയ്യലുണ്ട്, പിന്നെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, പിന്നെ കോഴിയും കൂടി വളർത്താൻ എവിടെ നിനക്ക് സമയം കിട്ടുക? തയ്യലും തൊഴിലുറപ്പും ഞാൻ നിർത്തി. കോഴിയുടെ പുറകെയാ. ബെസ്റ്റ്. ഇവൾക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല. അവൾക്ക് പണിയില്ലാത്ത എന്റെ തെറ്റാണോ? ഇതെന്ത് പാടത്? എന്റെ അമ്മയുടെ കോഴീനെ എനിക്ക് വേണം. അതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയണ്ട ആരും. ശരിയാവും. എന്താ ശരിയാവാത്തത്? എന്റെ അമ്മയുടെ കോഴിയെ പോലും. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കോഴിയൊന്നും അല്ല ഇത്. ഇത് സർക്കാരിന്റെ കോഴിയാണ്. നീ എന്റെ വീട്ടിൽ പോടാ. നീ ഇതിന്റെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നോക്കണേ. ആ അത് കൊള്ളാം. കിട്ടിയിട്ട് പോലുമില്ലല്ലോ, തല്ലു തുടങ്ങിയ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയെ നോക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് അമ്മയുടെ കോഴി ഞാൻ മേടിക്കും. അമ്മയെ നോക്കുന്നത് നിങ്ങളാണ്, പക്ഷെ കോഴിനെ ഞാൻ മേടിക്കും. പറ്റില്ല. പറ്റും. ആ അമ്മയുടെ മോനാണ് ഈ ഇരിക്കണേ. മോന് അതിൽ അവകാശമുണ്ട്. മോനല്ല കോഴി, മോക്കാ കോഴി. ആ പിന്നെ അത് ആരാ സ്വയം കൂടെ തീരുമാനിച്ചാൽ മതിയോ? ആ സ്വയം തീരുമാനിച്ചാൽ മതി. നമുക്ക് കാണാനോ? കനക, ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കൂട്ടോ. ഒരു കണക്കിന് ഞാനൊന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കും. ഇപ്പൊ കോഴിനെ നോക്ക് വേണം. അയ്യോ, രക്ഷപ്പെടാതെ ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ? അത് മനസ്സിലാവണം. എന്റെ മനസ്സ് കുറച്ച് ചീത്ത. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്ക്. അയ്യോ, ഈ മുതലിന്റെ കൂടെ ഞാനൊരു കൂട്ടുകൃഷിക്കില്ലേ? അയ്യോ, അല്ലെങ്കിൽ ഇപ്പൊ ആര് വരണം ഇയാളുടെ കൂടെ കൂട്ടുകൃഷി? വരൂല. ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അറിഞ്ഞ ഈ ആദ്യം ഇടങ്ങേറ് വരുമെന്ന്. ഞാനിത് എന്ന് തീരുമാനിച്ചേ? ഞാൻ ആദ്യം തീരുമാനിച്ചേ. പോവില്ല ഞാൻ. എനിക്ക് എന്റെ കോഴിനെ ആ കിട്ടുമ്പോ എടുത്തോന്ന്. കോഴിനെ എനിക്ക് വേണം. തരൂല്ല. ഞാൻ മേടിക്കും. നീ മേടിക്കാൻ സമ്മതിക്കില്ലടി ഞാൻ. എന്തൊരമ്പാണിത്. എന്റെ ഒരു പേടി ഞാൻ കോഴിനെ വിരു വളർത്തിയിട്ട് ഇനി ഇവരുടെ സ്വഭാവം കോഴിക്ക് വരുമെന്ന്. എന്നെ പറഞ്ഞാ മതി. ഞാനറിഞ്ഞ ഇത്ര അലമ്പല് നിൽക്കുമെന്ന് ഇവര്. അളിയാ, ഞാനൊരു സത്യം പറയട്ടെ. ഇതിപ്പോൾ രണ്ടുപേർക്കും കോഴി വളർത്താനുള്ള ഒരു താല്പര്യമല്ല. ഇത് അമ്മയ്ക്ക് കിട്ടുന്ന കോഴി ആർക്ക് എടുക്കണമെന്നുള്ളൊരു വാശിയുണ്ടല്ലോ, അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകും. ഇതിന്റെ പേരിൽ ഇവര് രണ്ടുപേരും വഴക്കടിക്കുന്നു എന്നുള്ളത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു? നാട്ടുകാർ നമ്മളല്ലേ പറയൂ, നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ കുറ്റപ്പെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ. നീ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് തങ്കത്തിനോട് അതൊന്ന് ഒഴിവാവാൻ പറ. കാരണം അവൾക്ക് ഇപ്പൊ തയ്യലുണ്ട്, പിന്നെ മറ്റെന്താണ് തൊഴിലുറപ്പോ അങ്ങനെ പരിപാടിക്ക് ഇതിലൊക്കെ പോകുന്നതല്ലേ ഉണ്ട്. അപ്പൊ പിന്നെ ഈ കോഴിയെ വളർത്തുന്ന പരിപാടി അത് ഇവള് വളർത്തിക്കോട്ടെ എന്ന് ഒന്ന് പറയുന്നേ. എൻ്റെ അളിയ, ഞാൻ അവളോട് ഇന്നലെ നേരം വിളക്കണവരെ ഇതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നീ ഇതിൽ നിന്ന് ഒഴിവാകുമെന്ന്. അപ്പോൾ അവൾ പറയാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാം, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പിന്മാറൂല. പിന്നെ അടുത്തെന്താണ് പൊട്ടിക്കുക. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ പോയി നമ്മളെ. ഞാൻ അത് വേണ്ട എന്ന് വെച്ചിട്ട് നിൽക്കണ്ട. കൊച്ചവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ്
ഇവൾക്ക് പറ്റില്ലത്. ഇവള് എവിടുന്ന് കോഴിയെ വളർത്താനാണ്? അതാകെ തൂറി ആകെ നിരപ്പാക്കി ഇരിക്കത് ആലോചിക്കാൻ തന്നെ പറ്റണില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എങ്ങാനും വലിയൊരു അടിക്ക് ഭാവിയിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ അളിയൻ്റെ കോഴി വന്ന് നമ്മളെ വീട്ടിൽ തൂറി, നമ്മളെ കോഴി വന്ന് അളിയൻ്റെ വീട്ടിൽ തൂറി. സംഭവം എന്താ? ഇതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും അടി നടക്കും. ഇത് കോഴി ഇപ്പൊ ഈ നിന്റെ കോഴിയെന്നോ എന്റെ കോഴിയെന്നുണ്ടോ? അത് എവിടെ തൂറിയാലും തൂറിയതല്ലേ. പക്ഷെ അങ്ങനെ എങ്ങാനും തൂറിയാ ഞാൻ എല്ലാത്തിനെയും വിഷം കൊടുത്ത് കൊല്ലും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. ഏയ് അതൊക്കെ മിണ്ടാപ്രാണിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ലടൂ. പിന്നെ എവളുമാർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നമുക്ക് പറ്റുമോ? പറ്റൂലല്ലോ. പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. പിന്നെ എന്തെങ്കിലും ഒരു പോം വഴി പറയേ. ഇതേ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഈ ജമന്തിയെ കൊണ്ട് ഇത് വളർത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റൂല. കാരണം അവൾ ജനിച്ച് വളർന്ന സാഹചര്യം അവിടെ കോഴിയും കൊക്കൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. അതേസമയം ഇവളങ്ങനെ അല്ലല്ലോ. ഇവിടെ ഈ പറഞ്ഞമാതിരി എല്ലാ കാര്യങ്ങളും തൊഴിലുറപ്പ് അതിലൊക്കെ ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ട് പറ്റും. പക്ഷേ അതും തുടർന്ന് പോകില്ല, ഭാരിച്ച പണിയാവും ഇനി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 10 കോഴിയിൽ ഒരു 8 എണ്ണം സംഘത്തിന് കൊടുക്കാം. ഒരു 2 എണ്ണം അവൾ വളർത്തിക്കോട്ടെ. അതെന്ത് ന്യായാണ്? ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലിയാ. ഇപ്പം ഇവളീ ജമന്തി ഇതുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകി വരട്ടെ. അവളെ കൊണ്ടത് പറ്റുമെന്നുണ്ടെങ്കിൽ 4 ജനോട് വാങ്ങിച്ചു കൊടുക്കാം നമുക്ക്. പോരെ? മാത്രല്ല അവൾക്ക് ഇപ്പൊ കോഴിയെ വളർത്തണമെന്നേ ഉണ്ടാവും. മുഴുവൻ കോഴിയെ കിട്ടിക്കോളണമെന്നൊന്നും ഉണ്ടാവില്ല. അതാണ് ഇത്. ഈ ഇതുണ്ടല്ലോ, ഈ മറ്റേ എന്താണ് കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുമെന്ന് പറയില്ലേ, അതുപോലെ കുറച്ച് സമയത്ത് ഒരു ഇത് അത് കഴിഞ്ഞ് അതങ്ങ് കളയും. ഇതാണ് ഇപ്പൊ ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്തൊരു അഭിപ്രായമെന്ന് എനിക്ക് തോന്നണം. എന്നാ പിന്നെ അങ്ങനെ മതി. അവൾക്കും കോഴിയെ വളർത്താൻ കിട്ടുമല്ലോ. അതെ, അങ്ങനെ പറയാം. നീ തങ്കത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. തങ്കം എന്താ ഇങ്ങോട്ട് വാ. ഈ തീരുമാനം പറയുമ്പോൾ തങ്കത്തിനോട് പറയണം നിന്റെ തീരുമാനമാണെന്ന്, ജമന്തിയോട് പറയുമ്പോൾ എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അതെ, ഇനി ഈ കോഴി കേസിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കടിക്കും. ന്യായമായിട്ടുള്ളൊരു തീരുമാനം പറയാടി. പിന്നെന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഞങ്ങൾ ആണുങ്ങൾ എടുത്തുള്ള തീരുമാനമാണ്. അത് നിങ്ങളുടെ അംഗീകരിക്കുക. പറഞ്ഞു നോക്കട്ടെ അംഗീകരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അതായത് കോഴി ഇപ്പോ അമ്മയ്ക്കാണ് കിട്ടുന്നത്. അതെ, 10 കോഴിയാണ്. നീ അമ്മയുടെ മകളായതുകൊണ്ട് ആ 10 കോഴിയിൽ 8 കോഴീനെ നീ വളർത്തുക, 2 കോഴീനെ നീ അവൾക്ക് കൊടുക്കണം. അത് കുഴപ്പമില്ല, അതെനിക്ക് സമയം. അന്നെങ്കിൽ ഒരു കാര്യം ചെയ്തോ, 7 എണ്ണത്തിന് മതി, എനിക്ക് 3 എണ്ണം അവളെടുത്തോട്ടെ. എനിക്ക് 7 എണ്ണം മതി, 8 എണ്ണം വേണ്ട, 7 എണ്ണം മതി. 3 എണ്ണം കൂടും, ഒരെണ്ണം കൂടി കൂടുതൽ കൊടുത്തോ. അത് നിന്റെ മഹാമനസ്കര. എന്റെ ചെറിയൊരു ക്വാളിറ്റി അവൾക്ക് കിട്ടിയത്. നീ വന്നേ. അതെ, അവളോട് കാര്യം പറഞ്ഞോട്ടോ. നീ പറഞ്ഞു. അവളോട് പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞു വരും. എനിക്ക് പേടിയാ. അളിയൻ പറഞ്ഞോ? എന്താ ഇല്ല, അളിയൻ പറഞ്ഞോ. അവൾക്ക് എന്താന്ന്? ഈ കോഴി കേസിൽ ഇനി നിങ്ങൾ ദയവ് ചെയ്തിട്ട് തമ്മിൽ വഴക്കടിക്കരുത്. അതെ, ഞങ്ങൾ ആണുങ്ങൾ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അങ്ങോട്ട് പറയാം, അതാണ്ട് അംഗീകരിക്കുക. അത്രേ ഉള്ളൂ കേട്ടാ? പറ എന്താന്ന്. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനമാണ്. അമ്മയ്ക്കിപ്പോ എത്ര കോഴി നമുക്ക് കിട്ടുക? 10 എണ്ണം. ആ 10 എണ്ണത്തിൽ 8 കോഴീനെ ഇവളെടുക്കും, 2 കോഴീനെ നെയ്യും വളർത്തുക. പിന്നെ 1 കോഴി അവള് അഡീഷണൽ അവളുടെ മഹാമനസ് കൊണ്ട് നിങ്ങൾക്ക് തരും. പിന്നെ എന്തിനാണ് ഇത്രയും കൂടുതൽ കോഴി അവൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ അമ്മയുടെ മകളായതുകൊണ്ടുള്ള ഒരു പരിഗണന എന്ന് മാത്രം വിചാരിച്ചാൽ മതി. തീരുമാനം ക്ലീറ്റസ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. മിണ്ടരുത് നിങ്ങള്. ക്ലീറ്റസ് ചേട്ടന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ മിണ്ടാതിരുന്ന സമ്മതിച്ചോണം. ആ മനുഷ്യന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാ സംസാരിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ നിങ്ങൾക്ക്? അതെ, എന്റെ 1 കോഴിനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. 8ഉം 2ഉം അത് മതി. 8ഉം 2ഉം ഒന്നല്ല, 10 കോഴിനെ ഞാൻ വളർത്തും. പിന്നെ 10 കോഴിനെ നീ വളർത്തും. വളരെയല്ല കോഴി ഞാൻ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മ നിങ്ങൾക്ക് 2 പേർക്കും കോഴി തരണില്ലാന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യും? അതപ്പൊ നോക്കാം. എന്റെ അമ്മ എനിക്ക് തരും. നിനക്ക് തരും. പിന്നെ നാട്ടുകാര് കേട്ട് കഴിഞ്ഞാൽ കോഴിയല്ലേ. ഒരു വലിയ തീരുമാനം ഇല്ലല്ലോ ക്ലീറ്റസ് ചേട്ടാ. അയ്യോ, നിനക്ക് കാണില്ലല്ലോ എന്റെ അമ്മയുടെ. അല്ലാണ്ട് ഇത് എന്ത് കഷ്ടമായത്. ഞാനൊരു തീരുമാനം പറയട്ടെ? വേണ്ട, ഇത് അവസാനത്തെ തീരുമാനമാണ്. ഇതുപോലത്തെ തീരുമാനമാണെങ്കിൽ ഇനി പറയണ്ട. ഇതുപോലത്തെ തീരുമാനമല്ല. അമ്മയ്ക്ക് 10 കോഴിയെ കിട്ടും ഇല്ലേ? അതിൽ 5 കോഴി നീയും പിടിക്കും, 5 കോഴി നീയും പിടിക്കും. തീരട്ടെ, പ്രശ്നം തീരട്ടെ. ഇതുകൊണ്ട് നടക്കുവോ? അത് കൊള്ളാം. തീർന്നു വെച്ചാ 5 എന്നൊക്കെ പറയുമ്പോ തീരെ കുറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യടി, പറന്ന് പോലെ 2 കാക്കയും കൂടെ പിടിച്ച് വളർത്തും. പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ട്, അമ്പലും വില്ലിലും അടുക്കൂല എന്ന് പറഞ്ഞ. ഇതാണ് തീരുമാനം. വേറെ വർത്താനമില്ല. എന്റെ പടം നോക്കി പോന്ന്. കോഴി സ്നേഹികൾ പോയി നിന്റെ ജോലി നോക്കും. നമ്മളെ ആണുങ്ങളുടെ വില കളയാനായിട്ടാണ്.
വേഗം ആയിക്കോട്ടേട്ടാ. എപ്പ തീരും? ഇന്ന് തീരോ? സൂക്ഷിച്ചു മുറിക്കിട്ടോ, അത് മലേഷ്യൻ തേക്കാ. ഓ ഏത് ഇത് മലേഷ്യൻ തേക്കാ? ഇത് നാടൻ സാധനം ചേച്ചി. ചേച്ചി ഞാനാ പറ്റിച്ചത്. നാടനൊന്നുമല്ല. പിന്നെ കണ്ടാ തന്നെ അറിഞ്ഞോ നാടൻ സാധനം ചേച്ചി ഞാനാ പറ്റിച്ചതാ. മനസ്സിലായി. അത് കൊള്ളാം എന്തായാലും. ബാക്കിയുള്ളവരോടൊക്കെ നുണ പറയുന്ന പോലെ ആശാരിമാരോട് നുണ പറയാൻ പറ്റില്ലല്ലേ? അതാ വേഗം അങ്ങ് ചെയ്ത്. ഇങ്ങനെ കുറെ നേരം തടിയിട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. ചേച്ചി തന്നെ കിടന്ന് പളകണ എന്തിന്? അങ്ങോട്ട് വേഗം ചെയ്യും. അങ്ങോട്ട് പൈസ വന്നിട്ടല്ലേ നല്ല അന്തസ്സായിട്ട്. ഓ അതെ, സാധാരണ കോഴിക്കോടൊന്നും പോരാ. നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറണം. നല്ല ഉറപ്പുള്ള വാതിലും വേണം. ഓ നല്ല കൊട്ടാരം പോലെ ഇരിക്കണമായിരിക്കും കോഴിക്കൂടെ. കോഴിക്കൂടൊക്കെ കൊട്ടാരം പോലെ പണിയണമെന്ന് പറയായിരുന്നു. നീയേ സാധാരണ ഒരാളുടെ വീട്ടിലെ കോഴിക്കൂടല്ല പണിയണത്. വളരെ പ്രശസ്തനായിട്ടുള്ള ക്ലീറ്റോന്റെ വീട്ടിലെ കോഴിക്കൂട്. അതിന്റെ ഒരു പേരും പെരുമയും തനിക്ക് കിട്ടും. നന്നായിട്ടൊക്കെ പണിതാ. പിന്നെ ആ വാതിലൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം, അല്ല കുറുക്കന്മാര് കയറും. അത് തന്നെ. അതുപോലെ ഇവിടെ വലിയൊരു കുറുക്കനുണ്ട്. ആ കുറുക്കൻ ഒട്ടും അകത്തേക്ക് കയറരുത്. നല്ല സ്ട്രോങ് ആയിരിക്കണം. താജ്മഹലിന്റെ പണി കഴിഞ്ഞ? ഓ ഇപ്പൊ കഴിയും ചേട്ടാ. ഇപ്പൊ കഴിയും. നമ്മുടെ കോഴിക്കൂട് ആക്കങ്ങോട്. ഓ സമ്മനപ്പെട്ട് ചേച്ചി. എത്ര ഈ മരത്തിന്? ഇതിപ്പോ പുതിയത് എടുക്കണ്ട. അവള് പഴയത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ മരങ്ങൾ എടുത്താണ്. അതല്ലേ 2500 റുപ്യ. 2500 ആയി പുതിയതിനാ? ആ, എനിക്കിതിപ്പോ പഴയത് എടുത്താണ് 5000 രൂപ. 5000? അതെങ്ങനെ? ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അവന്മാർ പറഞ്ഞു ഏതോ കൊട്ടാരം പൊളിച്ചതൊക്കെയാണ്, അതാണ്. അപ്പോൾ ഇവള് പറഞ്ഞു എന്നാൽ അത് തന്നെ മതി എന്ന് പറഞ്ഞു. അവളല്ലേ പൈസ കൊടുത്തത്. ഞാൻ പറഞ്ഞു നീ എടുത്തോന്ന് പറഞ്ഞു 5000 രൂപയ്ക്ക്. പകുതി നോക്കി. ഇല്ല അളിയാ, സത്യം വെറുതെ കുടുംബകലം ഉണ്ടാക്കല്ലേ. എന്റെ പാടം പോയി മോളെ. അല്ല, കോഴിയാണെങ്കിലും അന്തസ്സായിട്ട് തന്നെ അതിനകത്ത് കൂട്ടി കിടക്കണമെന്ന്. എടേ അങ്ങോട്ട് ഒരക്കി എന്തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണ നീ. ഇതിപ്പോ പഴുത് വരുമ്പോ കോഴിക്കൂടാവോ വേറെ വല്ലതും ആവോ. മൊത്തം ചിരി മാത്രമേ ഉള്ളേ. ഹലോ, ഒരപ്പ് മാത്രമേ കിടക്കണുള്ളൂ. എന്താ എവിടെയാ? പഞ്ചായത്തിലാ? കിട്ടിയാ? ശരി ശരി. എന്താ ഈ കോഴിയെ കിട്ടിയാ? കിട്ടിയാ? കോഴിയെ കിട്ടിയാ? എന്തു പറ്റി? അല്ല ഫാസിൽ അങ്ങോട്ട് വന്നിരുന്നല്ലോ. എന്നാ ഫാസിലിൻ്റെ അടുത്ത് കൊടുക്ക്. ഫാസിലെ എന്താ കാര്യം പറ. ശരി. കേക്കട്ടെ. ഇപ്പൊ എന്താണ് ഇപ്പൊ പ്രശ്നം? അങ്ങനെ ഉണ്ടാ ഉണ്ടോ? അങ്ങനെ വരട്ടെ. അതന്നെ. അവിടുന്ന് പാട്ട് പാടാണ് അവൻ ഇങ്ങനെ താളം പിടിച്ച് ചാട്ടിക്കൊണ്ടിരിക്കുന്നത്. നീക്ക മതി കളി, അത് കട്ട് ചെയ്തിട്ട് കാര്യം പറ. എന്നാ വെച്ചോ. ഇപ്പൊ കൊണ്ടുവരും. മതി. നീ വരപ്പൊക്കെ നിർത്തിക്കോ. ചെയ്തോ. പണിയേ വേണ്ട, ഇനി പണിയൊന്നും വേണ്ട, നിർത്തിക്കോ. എത്ര എണ്ണം കിട്ടി? കാര്യം പറയാളിയാ. നിങ്ങൾ 2 എണ്ണല്ലടി. എവിടുന്ന് നടക്കാനാ എന്തെങ്കിലും കാര്യം? എന്തേ നടക്കൂലേ? കോഴിയെ കിട്ടൂല. ഈ കോഴീനൊക്കെ വിതരണം ചെയ്യുന്നതേ നിർധനരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോ. അമ്മ പക്ഷെ ഇപ്പൊ അതിനകത്ത് പെടില്ല എന്നാണ് അവർ പറയുന്നത്. അമ്മയ്ക്ക് കിട്ടിയ നിർവാഹം ഇല്ലാത്തത്. അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു. അച്ഛനും ജീവിച്ചിരിപ്പില്ല. പിന്നെന്താ? അച്ഛനും ജീവിച്ചിരിപ്പില്ല, അമ്മയും ജീവിച്ചിരിപ്പില്ല. അതെ, അച്ഛന്റെ പെൻഷൻ വാങ്ങുന്നുണ്ട് അമ്മ. പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തൽക്കാലം കൊടുക്കേണ്ടത് അത്ര ഒരു തീരുമാനം. അതെന്ത് ഇത് ആദ്യമേ എന്റെ മനസ്സ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെ വന്ന് പെടുന്നു. ചില്ലറയ്ക്കാ പെണ്ണുങ്ങൾ പൊടിച്ചത് ഇവിടെ. അല്ല ഇപ്പൊ സന്തോഷമായല്ലോ. അല്ല ആയല്ലോ. ഇപ്പം കളിയ തടിയുടെ പൈസ 2000 രൂപ ഇപ്പൊ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പട്ടിക്കൂടം എന്തെങ്കിലും ഉണ്ടാക്കാം. മലേഷ്യൻ തേക്കും എന്തൊക്കെയായിരുന്നു. ദേഷ്യ തോറ്റില്ലേ? അളിയാ, ഇനി യുവമാരെ പറഞ്ഞു വിടണ്ടേ? എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. എന്റെ കയ്യിൽ എവിടുന്ന് പൈസ? എൻ്റെ ഒരു പൈസ ഇല്ല അളിയാ.
ഇനിയിപ്പോ ഇവന് കൊടുക്കാനുള്ള കൂലിയുടെ ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പൈസ എൻ്റെ ഇല്ല. ആ അത് നിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് തന്നെ ഉണ്ട്. ഓ സമാധാനായി. ഇത് ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. അളിയോ, ഇവന് കൊടുക്കാനുള്ള കൂലി ഞാൻ നിന്റെ അടുത്ത് കടം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചാൽ? ഈ നമ്പറൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയായി ക്ലീറ്റോയ്ക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ബുദ്ധിമാൻ തന്നെ. എത്രയാ നിന്റെ കൂലി? Alien versus Alien.